സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്വിക്ക് മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ശരിയുത്തരം ക്രിപ്സ് മിഷനാണ്. ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? പിൻ തീയതിയിട്ട ചെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പഴയ കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ട പ്രദേശം. ശരിയുത്തരം വിഴിഞ്ഞമാണ്. പഴയ കാലത്ത് വിഴിഞ്ഞം അറിയപ്പെട്ടിരുന്നത് രാജേന്ദ്ര ചോള പട്ടണം എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി. ശരിയുത്തരം വി.എസ്. അച്യുതാനന്ദനാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയാണ് വി.എസ്. അച്യുതാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, മാനസിക രോഗം ഭേദമായിട്ടും നിരാലംബരായി കഴിയുന്നവർക്കായി സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? ശരിയുത്തരം ആശാഭവനാണ്. മാനസിക രോഗം ഭേദമായിട്ടും നിരാലംബരായി കഴിയുന്നവർക്കായി സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് ആശാഭവൻ. അടുത്ത ക്വസ്റ്റ്യൻ, സർവേ ഭവന്തു സുഖിന എന്ന ആപ്തവാക്യം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. സർവേ ഭവന്തു സുഖിന എന്ന ആപ്തവാക്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം എന്നാണ്? ശരിയുത്തരം ഒക്ടോബർ 2. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം ഒക്ടോബർ 2. അടുത്ത ക്വസ്റ്റ്യൻ, ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശരിയുത്തരം ഹൈപ്നോളജിയാണ്. ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം ഹൈപ്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2015 അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ 100ാം ഭേദഗതി എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ശരിയുത്തരം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി. 2015 അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ 100ാം ഭേദഗതി പ്രതിപാദിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ISRO പുറത്തിറക്കിയ മണ്ണിടിച്ചിൽ ഭീഷണി ഭൂപടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ജില്ല ഏതാണ്? ശരിയുത്തരം തൃശ്ശൂരാണ്. ISRO പുറത്തിറക്കിയ മണ്ണിടിച്ചിൽ ഭീഷണി ഭൂപടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ജില്ലയാണ് തൃശ്ശൂർ. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം. ശരിയുത്തരം തലച്ചോറാണ്. പേപ്പട്ടി വിഷം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ തലച്ചോറിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം അറിയാവുന്നവർ കമന്റ് ഇടുക. ക്വസ്റ്റ്യൻ, മയോപിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഓപ്ഷൻസ്: ചെവി, കണ്ണ്, ശ്വാസകോശം, ത്വക്ക്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കൂടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക.